എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ജീസസ് എവരിഡേയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശുശ്രൂഷയിലേക്ക്, കൃപയിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ആഘോഷങ്ങളിലേക്ക്, വിടുതലുകളിലേക്ക് നിങ്ങളെ നയിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. കാരണം ഞാൻ ഈ പറയുന്ന ഓരോ ദൈവവചനങ്ങളും എൻ്റെ വായിൽ കർത്താവ് തരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴറിയാതിനുള്ള ആൾക്കാർ ഇതിൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ രാജ്യത്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെയുള്ളവരാണെന്നറിയില്ല. എന്നാൽ പറയുമ്പോഴറിയാം ഏതൊക്കെയോ കുടുംബങ്ങൾ അത്ഭുതകരമായി പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ പോവുകയാണ്, പുതിയ ചലനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്, പുതിയ ജയങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. അതങ്ങനെ തന്നെ ഓരോ ദിവസവും സംഭവിക്കട്ടെ, ഇന്നും സംഭവിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് വേണ്ട രീതിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്നൊരു ഭാഗം ഇന്ന് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞു എന്നിട്ടും ദൈവത്തെ വേണ്ട രീതിയിൽ മഹത്വപ്പെടുത്തിയില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ ഒന്നാണ് ദൈവത്തിന്, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം നാം കൊടുക്കുന്നില്ല. റോമാലേഖനം 1-ാം 18 മുതൽ വായിക്കുമ്പോൾ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ അഭക്തി കൊണ്ട് ഭക്തിയെ തടുക്കുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യരുടെ നേരെ ദൈവം കോപിക്കുന്നു. അപ്പം നമുക്ക് നീതിയെ തടുക്കാൻ കഴിയും, ഭക്തിയെ തടുക്കാൻ കഴിയും. അത് നാം ദൈവത്തോട് ചെയ്യുന്ന മറുതലിപ്പാണെന്ന്. അതാണ് അവിടെ പറയുന്നത്. 19-ാം വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ല. അപ്പം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും ദൈവത്തിനെതിരെ നിൽക്കുന്നു. ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞിട്ടും ദൈവത്തിനെ ബഹുമാനിക്കുന്നില്ല. വീട്ടിൽ അപ്പനുണ്ട്, അപ്പനെ ബഹുമാനിക്കില്ല. അമ്മയുണ്ട്, അമ്മയെ ബഹുമാനിക്കില്ല. മൂത്തവരെ ബഹുമാനിക്കില്ല. അനീതിയുള്ള ഒരു ന്യായാധിപനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവത്തെ ഭയമോ മനുഷ്യന് ശങ്കയുമില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തെയും പേടിയില്ല, മനുഷ്യരെയും പേടിയില്ല എന്ന് പറഞ്ഞതുപോലെ ആരും പേടിയില്ലാത്ത ജീവിതം അത് അപകടമാണ്. ഒരിക്കൽ ന്യൂ ഇന്ത്യയുടെ പ്രസിഡന്റ് വി എ തമ്പിച്ചായനും മറിയം ആൻറ്റിയും ഏതൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് അന്ന് എൻ്റെ പ്രായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഓ തമ്പിച്ചായ ആൻറ്റി, എനിക്കാരെയും അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ മറിയം ആൻറ്റി തമ്പിച്ചായനും പറഞ്ഞ വാക്കുണ്ട്, മോനെ, ദൈവത്തെ പേടിയും മനുഷ്യനെ ശങ്കയും വേണം. ദൈവമെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് പേടി. മനുഷ്യരെന്നാ ഓർക്കും, അത് ഒരു ലിമിറ്റിൽ കൂടുതൽ പോയ അപകടമാണ്. മനുഷ്യർ തെറ്റായി നമ്മെ ധരിക്കുന്ന യാതൊരു രീതിയിലും നമ്മൾ ജീവിക്കരുത്. മനുഷ്യർ നമുക്കെതിരെ ഒരു ചിത്രം ഉണ്ടാക്കരുത്, വർത്തമാനം പറയരുത്. കഴിയുന്നതും മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പാടില്ല. അപ്പം ദൈവത്തെ ഭയവും മനുഷ്യനെ അല്പ ശങ്കയൊക്കെ വേണം. ദൈവത്തെ മാത്രം പേടിച്ചാൽ പോരാ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വീടിന് ഒരു മാനം എന്ന പേര് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേര് കളയുന്നതൊന്നും ഇനിയും ചെയ്യാൻ പാടില്ല. പുതിയ തലമുറ അങ്ങനെയല്ല. ആരെന്ത് കണ്ടാലും എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിഷയമല്ല, അവരവരുടെ കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം അല്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, നമ്മൾ ചൊവ്വയിലോ ചന്ദ്രനിലോ അല്ല ജീവിക്കുന്നത്, ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ മാന്യത പോകുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. സുവിശേഷ നിമിത്തം അവർ പരിഹസിച്ചോട്ടെ,
അത് ദൈവത്തിന് പ്രസാദമാണ്. എന്നാൽ ദൈവത്തെയും മനുഷ്യനെയും വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നാം ചെയ്യരുത് എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിപ്പെടുത്തിയതാണ്. അടുത്തത്, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്, അതായത് ദൈവം പ്രകൃതിയിലൂടെ തന്നെ വെളിപ്പെടുത്തിയെന്ന് ആർക്കും എതിര് പറയാൻ പറ്റില്ല. ദൈവം ഇല്ലെന്നൊക്കെ ചുമ്മാ പറയുന്നതാ. എല്ലാവർക്കും അറിയാം ദൈവമുണ്ട്. ദൈവമുണ്ട് എന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാക്കാനേ ഉള്ളൂ. ഒരിക്കൽ ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ലേ, ഇനി ഞങ്ങൾ മനുഷ്യനെ ഉണ്ടാക്കാൻ പോവുകയാണ് മണ്ണുകൊണ്ട്. ദൈവം ഉണ്ടാക്കിയ പോലെ ഞങ്ങളും ഉണ്ടാക്കും. ഉടനെ ദൈവം പറഞ്ഞു, നല്ല കാര്യം, നിങ്ങൾ മനുഷ്യനെ ഉണ്ടാക്കിക്കോ, എന്നാൽ മണ്ണെടുക്കരുത്, മണ്ണ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനുണ്ടാക്കിയ മണ്ണ് കൂടാതെ നിങ്ങൾ മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തെ പരിഹസിക്കുന്നവർക്ക് അതിൻ്റെ തിക്തമായ ശിക്ഷ ലഭിക്കും. അപ്പോൾ ഈ പ്രകൃതി തന്നെ ദൈവത്തെ മനസ്സിലാകാനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൻ, അമ്മ, എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും പക്ഷികൾക്കും സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും എല്ലാം. ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് വടക്കംപറൂരാണ് എൻ്റെ വീട്. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ പുഴയിൽ നിന്നുള്ള വെള്ളം ഞങ്ങളുടെ വീടുകളിലേക്ക് വരും. കാരണം വലിയ പറമ്പ്, തെങ്ങും പറമ്പാണ്. അപ്പോൾ ഈ തോട്ടം, ഈ തെങ്ങും പറമ്പ് നനയ്ക്കാൻ വേണ്ടി തോടുകൾ എല്ലാ വലിയ പറമ്പുകളിലേക്കും വെട്ടിയിട്ടുണ്ട്. ഒരു സീസൺ ആകുമ്പോൾ ആ തോടൊക്കെ ഒന്ന് ക്ലീനാക്കി വലുതാക്കും. മഴക്കാലത്ത് വീണ്ടും അത് ഇടിയും, വെള്ളം വന്ന് കയറി. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തോടിൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ വരാലുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. തെളിഞ്ഞ വെള്ളത്തിൽ, മഴയെല്ലാം ഒതുങ്ങി നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ തെളിഞ്ഞ വെള്ളത്തിൽ വരാല് വന്ന് നിന്നിട്ട് ആരുമില്ലെന്ന് കാണുമ്പോൾ വാ തുറക്കും. 100 കണക്കിന് കുഞ്ഞുങ്ങൾ അതിൻ്റെ വായിൽ നിന്ന് വെളിയിലോട്ട് വരും. ഈ വരാലിൻ്റെ ചുറ്റും, മീൻ്റെ, വരാലെന്ന് പറയുന്ന മീൻ്റെ ചുറ്റും അതിങ്ങനെ നിൽക്കും. 100 കണക്കിന് വരാലും കുഞ്ഞുങ്ങൾ കണ്ടിരിക്കാൻ ഞങ്ങൾ അനങ്ങാതെ നിന്ന് കാണും. വല്ല മാക്രിയോ എന്തെങ്കിലും ഒന്ന് അനങ്ങിയാൽ മതി, ഉടനെ ഈ തള്ള വരാൽ വാ തുറക്കും. ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി വായ്ക്കകത്ത് കയറും. വരാൽ അവിടെ നിന്ന് പോകും, അടുത്ത സ്ഥലത്ത് പിന്നീട് പോയി പൊങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അമ്മയും അപ്പനും ഒക്കെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ. ഇന്ന് വരെ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ട് സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്ന, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുണ്ട്, സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൊതുകിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കല്യാണം ഇനി പെണ്ണും ചെറുക്കനും വേണ്ട, എല്ലാം റോബോട്ട് മതി, വീട്ടിലെ കാര്യവും ചെയ്യും, ഭാര്യയുടെ കർത്തവ്യങ്ങൾ ചെയ്യും, പ്രസവിക്കും. ചുമ്മാതെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. സ്വന്തമായിട്ട് ഈ റോബോട്ടും കുത്തിയിട്ടില്ലെങ്കിൽ വർക്കാകത്തില്ല. ഇനി റോബോട്ടിനെ കല്യാണം കഴിച്ചാൽ ചാർജ്, കറണ്ട് പോയാൽ ഭാര്യ ഔട്ടാ. സ്വയമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ അപ്പൻ, അമ്മ, കരുതൽ എല്ലാം നമുക്ക് കാണാം. എത്ര വലിയൊരു അത്ഭുതമാണ് ഈ പ്രകൃതി. ദൈവം വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതങ്ങളാണ്. അപ്പം ദൈവത്തെ അറിയാനുള്ളതെല്ലാം ഈ പ്രകൃതിയിൽ ഉണ്ടായിട്ടും അവർ ദൈവത്തെ അന്വേഷിച്ചില്ല. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. സത്യം അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കാൻ, കണ്ടെത്താൻ കഴിയും.
22-ാം വാക്യം, ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായിപ്പോയി. അടുത്തത്, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപമാക്കി കളഞ്ഞു. എൻ്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. ദൈവത്തെ വിശ്വസിക്കണമായിരുന്നു. എന്നാൽ ചിലർ പറയും, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഞങ്ങൾക്കൊരു രൂപം വേണം. രൂപം വെച്ച് വിശ്വസിക്കുന്നത് വിശ്വാസമല്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഇവരെന്ത് ചെയ്തു? ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കി, ഒരു ജീവിയുടെ രൂപം കൊടുത്തു. ദൈവം അദൃശ്യനാണെന്ന് ബൈബിൾ പറയുമ്പോൾ ഇവർ ദൈവത്തിന് രൂപമുണ്ടാക്കി. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി നടന്നു. ഉടനെ ഏകദേശം ഇത്തിരി മുടിയുണ്ടാകും, ഒരു താടി ഉണ്ടാകും, ഒരു രൂപമുണ്ടാക്കി. എന്നിട്ട് ആരാധിച്ചു. ദൈവത്തിന് രൂപമുണ്ടാക്കി, തേജസ്സില്ലാത്ത രൂപമുണ്ടാക്കി. ഒരു സൂര്യനെ ഉണ്ടാക്കിയാൽ സൂര്യൻ്റെ തേജസ്സും കൂടി ചേർത്തുണ്ടാക്കണം. ദൈവത്തെ ഉണ്ടാക്ക്, ദൈവത്തിൻ്റെ തേജസ്സും കൂടി അതിലൂടെ വ്യാപരിക്കണം. അപ്പോൾ ദൈവത്തെ ശരിയായ രീതിയിൽ അറിയാതിരിക്കുവാൻ ദൈവത്തിന് വിരോധമായി ചെയ്തതാണ് വിഗ്രഹങ്ങൾ എന്ന് നമ്മൾ ബൈബിളിൽ കാണും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അവരെ കൂടുതൽ പാപത്തിലേക്ക് ദൈവം തള്ളിക്കളഞ്ഞു. ഇന്ന് നടക്കുന്നതെല്ലാം മനഃപൂർവ്വം ദൈവത്തെ തള്ളിയതിൻ്റെ പാപങ്ങളാണ്, അതിൻ്റെ തിക്തമായ അനുഭവങ്ങളാണ്. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നാം ഒറ്റ വാക്ക് പറയുന്നു, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. എനിക്കൊരു കാര്യം കാണണ്ട, എനിക്ക് ദൈവത്തെ കണ്ടിട്ട് വിശ്വസിക്കേണ്ട, കാണാതെ വിശ്വസിക്കാൻ കഴിയും. ദൈവം എന്നിൽ വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവൻ്റെ പേര് ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എൻ്റെ കൂടെയുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് യേശു മതിയായവനാണ്. ഞാനൊരു അനുഗ്രഹമാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശുവിലൂടെ എനിക്ക് വരും. വിശ്വാസത്താൽ ജീവിക്കുന്നു, വിശ്വാസത്താൽ നടക്കുന്നു, വിശ്വാസത്താൽ പ്രതിബന്ധങ്ങളെ ജയിക്കുന്നു. ഒരു കൂട്ടർ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ രൂപം ഈ ഭൂമിയിലുള്ള പല ജീവികളുടെ രൂപമാക്കി ദൈവത്തെ അപമാനിക്കുന്നു. ഇല്ല, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ സത്യത്തിലുള്ള വിശ്വാസം ജ്വലിക്കട്ടെ. തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ദൈവത്തെ അന്വേഷിച്ച് അവൻ്റെ മുഖം കണ്ടെത്തുന്ന, വിശ്വാസത്താൽ ആസ്വദിക്കുന്ന വ്യക്തികളായി ഓരോരുത്തരും തീരട്ടെ. അവരുടെ വീടുകളിൽ കർത്താവിൻ്റെ പ്രസാദമുണ്ടാകട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബം അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോടുകൂടി ഇരിക്കും. ബലപ്പെടുക, കർത്താവിൽ ധൈര്യപ്പെടുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിനു വേണ്ടി വില കൊടുക്കുക. അതിൻ്റെ പ്രതിഫലങ്ങൾ കാണും. നാളെ നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. വരിക, അനുഗ്രഹിക്കപ്പെടാം. ജീസസ് എവരിയുടെ നാളെ ഇതേ സമയത്ത് ഇനിയും കാണാം. ഗോഡ് ബ്ലെസ് യു. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേൽ
യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ, യോഗ്യനേശുവേ.